നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബ്രഹ്മപുരത്ത് 4-5 ദിവസമായി മാലിന്യമല കത്തിയതിനെക്കുറിച്ച് കോടതി ചോദിച്ചത് ഇങ്ങനെയാണ്: തീപിടുത്തം മനുഷ്യനിർമ്മിതമോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോടതി ചോദിച്ചതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഇനി ആരെങ്കിലും തീ വച്ചതാണോ അവിടെ? നഗരത്തിന് ഒരു മേയറും കോർപ്പറേഷന് ഒരു സെക്രട്ടറിയും ജില്ലയ്ക്ക് ഒരു കളക്ടറുമുണ്ട്. നഗരം കത്തിയെരിയുമ്പോൾ ഇവർ എന്തു ചെയ്യുകയായിരുന്നു? മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നൊരു സംവിധാനം നാട്ടിലുണ്ട്. അവർ എന്തെങ്കിലും അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ടോ? അതിരൂക്ഷമായിരുന്നു കോടതിയുടെ വിമർശനം. കൊച്ചി നിവാസികൾ ഗ്യാസ് ചേംബറിൽ അകപ്പെട്ടതുപോലെ എന്നാണ് കോടതി പറഞ്ഞത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഹൈക്കോടതിയിൽ നിന്ന് സ്വമേധയാ കേസെടുത്തിട്ടാണ് ഈ അധികാരികളോട് ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ ഈ നഗരം കത്തിയെരിയുമ്പോൾ എന്തു ചെയ്യുകയായിരുന്നു? ഈ മാലിന്യ നിയന്ത്രണ ബോർഡൊക്കെ എന്താണ് ഇത്രകാലം ചെയ്തത്? അത്രത്തോളം രൂക്ഷമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ സംവിധാനങ്ങളൊക്കെ ശരിയാവണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഈ കോടതിയെങ്കിലും ഉള്ളത് ഞങ്ങളെ പോലത്തെ പൊതുജനങ്ങൾക്ക്, പാവങ്ങളായ പൊതുജനങ്ങൾക്ക് കോടതിയെ രക്ഷയുള്ളൂ. കേരളത്തിലെ എല്ലാ കേൾക്കാമോ സാർ? കേരളത്തിലെ എല്ലാ ഭരണ സംവിധാനത്തിലും കോടതി തന്നെ ഇടപെടേണ്ടി വരും. കാരണം ഭരണ സംവിധാനമൊന്നും ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, അവരുടെ സ്ഥാപിത താല്പര്യത്തിനും ഇംഗിതത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊന്നും ഈ കോർപ്പറേഷൻ മാത്രമല്ലല്ലോ, കേരളത്തിൽ മൊത്തത്തിൽ ഏത് പ്രശ്നം ഉണ്ടായാലും കോടതി ഇടപെട്ടിട്ടില്ല. റോഡിൽ ഒരു കുണ്ടുണ്ടായാൽ പോലും കോടതി ഇടപെടേണ്ട ഗതികേടല്ലേ കേരളത്തിലുള്ളത്. അപ്പൊ ഈ കോടതി, ബഹുമാനപ്പെട്ട കോടതിക്ക് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കോടതി തന്നെ ഇടപെടേണ്ടി. ബാലകൃഷ്ണൻ, ഈ മറ്റ് കൊച്ചി ഇതര സ്ഥലങ്ങളിലൊക്കെ വസിക്കുന്ന ജനങ്ങൾ പറയുന്നത് ഈ ഹൈക്കോടതി അവിടെ ആയതുകൊണ്ട് കൊച്ചിയിലെ പ്രശ്നത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഇടപെടുന്നുള്ളൂ, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പ്രശ്നത്തിൽ കൂടി ഇടപെടണമെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ലല്ലോ, നമ്മൾ മുമ്പ് ഇടപെട്ട് കണ്ടതല്ലേ കോടതി. നമ്മളെ റോഡിലെ കുഴികളിലും കാര്യത്തിലെല്ലാം 24 മണിക്കൂർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും കോടതി, ബഹുമാനപ്പെട്ട കോടതിയാണ് ജനങ്ങൾക്ക് രക്ഷയുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് ജനാധിപത്യം ഇവിടെ വാഴുന്നില്ല, കോടതി തന്നെ പോകേണ്ടി വരും. ശരി, എന്തായാലും കോടതിയുടെ ഇടപെടലിനെ സ്വാഗതം ചെയ്യുകയാണ്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്നും. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, അതിനിശ്ചിതമായിട്ടാണ് ഇന്ന് കോടതി വിമർശിച്ചത്. ആ നഗരത്തിന്റെ മേയറെയും അവിടുത്തെ കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മലിനീകരണ നിയന്ത്രണ ബോർഡിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്നൊക്കെയായിരുന്നു നമുക്ക് ആ കോടതി പറഞ്ഞതിന്റെ ആകത്തുക എടുത്താൽ മനസ്സിലാവുക. അത്രത്തോളം കോടതിക്ക് വിമർശിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ അത്രത്തോളം ദുർബലമാണോ? തീർച്ചയായും കോടതി പറഞ്ഞ വസ്തുത നമ്മൾ കൃത്യമായി അക്കമിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കോടതി എന്താ പറഞ്ഞത്? ഈ ബ്രഹ്മപുരത്ത് ഇങ്ങനെ സംഭവിച്ചത് അട്ടിമറിയാണോ എന്നുള്ളതാണ്. തീർച്ചയായും അട്ടിമറിയാണ്. ഈ ഗവൺമെന്റിനെ, ജനകീയ ഗവൺമെന്റിനെ, ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന കാലം മുതൽ ഈ ഗവൺമെന്റിനെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ. രണ്ടാമത്, അവിടെ വർഷങ്ങളായിട്ട് UDF കയ്യിലിരുന്ന കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ LDF കയ്യിലാണ്. അപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെയും ജനങ്ങളുടെ ഗവൺമെന്റിനെ എങ്ങനെയൊക്കെ ഒരു സംസ്കാരത്തിനപ്പുറം ലേശേറ്റുകാർ ചെയ്യുന്നത് ഗവൺമെന്റ് അട്ടിമറിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ, ഈ കൊച്ചിയിൽ ബ്രഹ്മപുരത്തെ 110 ഏക്കറിൽ 70 ഏക്കർ സ്ഥലത്ത് 2005 മുതൽ ഉണ്ടായിരുന്ന, മാറി മാറി LDF-ഉം UDF-ഉം ഭരിച്ചതാണ്. ആ കാലം മുതലുണ്ടായിരുന്ന മാലിന്യത്തിന്റെ മലയാണ് അവിടെ ഒരു വലിയ മലകളായി രൂപപ്പെട്ട് കിടക്കുന്നത്. അതാണിപ്പോൾ കത്തിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിനെയോ ഏതെങ്കിലും ഒരു കുറഞ്ഞ കാലത്തെ നഗരസഭയോ മാത്രമായി കുറ്റം പറയാൻ കഴിയുന്നതല്ല ഇത്. തീർച്ചയായിട്ടുമാണ്. അതിൽ അധികാരികൾ നമ്മളറിയാം. നമ്മുടെ നാട് നന്നാകാത്ത എന്താ? സർക്കാർ ഉദ്യോഗം കിട്ടാനായിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ശയന പ്രദക്ഷിണം നടക്കുക. ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പകുതി എണ്ണവും പണിയെടുക്കത്തില്ല. സർക്കാർ സംവിധാനം വേണ്ടിയല്ലേ കേരളത്തിൽ ഒരു ഭരണ സംവിധാനം ഉള്ളത്? ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഈ നമ്മുടെ മന്ത്രി, ഞാൻ ഇടതുപക്ഷക്കാരനാ. മന്ത്രിമാരടക്കം ഇറങ്ങി സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി എല്ലാത്തിനെയും പണിയെടുപ്പിക്കണം. അതിനുവേണ്ടി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഞാൻ കൂടി ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ സർക്കാരിന് അപകടമാണ്. ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ സർക്കാരിന് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്തൊന്നും രഘുനന്ദനാണ്. ശ്രീ രഘുനന്ദനൻ, താങ്കൾക്ക് വിഷയം മനസ്സിലായി കാണുമല്ലോ, എന്താണ് പറയാനുള്ളത്? അതായത് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ശയന പ്രദക്ഷിണം നടത്തും. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാല് അനാസ്ഥയായിട്ട് ജോലി ചെയ്യും. അപ്പൊ കോടതി എവിടെ ഇരിക്കട്ടെ, കൊച്ചിയിൽ ഇരിക്കട്ടെ, എവിടെ ഇരിക്കട്ടെ, പക്ഷെ കോടതിക്ക് എവിടെ വേണമെങ്കിലും കോടതിയിൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ സ്വയം ഇടപെടുകയും ചെയ്യുക, എല്ലാം ചെയ്യാം. പക്ഷെ ഇതിലൊക്കെ അവര് വാങ്ങിയ വാഹനങ്ങള് കറക്റ്റായിട്ട് യൂസ് ചെയ്തോ, എന്തെങ്കിലും അട്ടിമറി നടന്നോ, അതെല്ലാം അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തേണ്ട, സത്യസന്ധമായ ഒരു അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്.
അപ്പം ഈ ഇത് നിരീക്ഷണം വേണം. ഈ നിരീക്ഷണ പാഠവും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ജോലി നടന്നു കഴിഞ്ഞാൽ അത് അവിടെ ഈ 110 ഏക്കറിൽ എന്താണ് നടക്കുന്നതെന്ന് അവിടുത്തെ കരാറെടുത്ത ഏജൻസിക്ക് അല്ലാതെ കോർപ്പറേഷന് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡിന് അത്ര പോലും വിവരങ്ങളില്ല. ജില്ലാ കളക്ടർക്ക് അടക്കം വിവരങ്ങളില്ല. കോടതിയിൽ നിന്ന് ചോദിച്ചപ്പോൾ ഇവരെല്ലാം ഞങ്ങൾ CCTV ക്യാമറ വെച്ചിട്ടുണ്ട് മറ്റേതെന്നൊക്കെ പറയുന്നല്ലാതെ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പോലും ഇവർക്ക് ആർക്കും ഇന്ന് കോടതിയിൽ കഴിഞ്ഞില്ല. ഹലോ പറഞ്ഞോളൂ. അത് തന്നെ, അതായത് ഈ ഏത് ജോലിക്കും ഒരു നിരീക്ഷണം ഇല്ലായ്മയുണ്ട് ഇവിടെ. അതാണ് ഇതിനെല്ലാം കാരണം. ശരി, ശരിയായ രീതിയിലുള്ള നിരീക്ഷണം വേണം എന്നുള്ള അഭിപ്രായമാണ് രഘുനന്ദനൻ കൊല്ലത്തു നിന്നും മറ്റു പ്രേക്ഷകരും കൊല്ലത്തു നിന്ന് തന്നെയാണ്. ശ്രീ ഗോപകുമാറാണ്. ശ്രീ ഗോപകുമാർ പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. ഇത് ഇപ്പോഴെന്ന് പറഞ്ഞാല് ശിവശങ്കറുടെ ജാമ്യം നിഷേധിച്ചതിന് ശേഷം പിന്നെ ശിവശങ്കറുടെ ജാമ്യം നിഷേധിച്ചതിന് ശേഷമാണ് ഈ തുടർച്ചയായുള്ള കത്തലുകൾ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മാലിന്യ കൂമ്പാരം കത്തുക, പിന്നെ പോലീസ് സ്റ്റേഷൻ നിർത്തിയിട്ടിരിക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് കത്തുക, ഫർണിച്ചർ കട കത്തുക, തുണിക്കട കത്തുക, അടുപ്പിച്ചങ്ങ് കത്തുകയാണ്. അപ്പൊ അന്വേഷണം CM-ലേക്ക് എത്തുമെന്നുള്ള ഭയമാണ്. ഇത് ബോധപൂർവം ചെയ്യുന്നതാണ്, യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. അതെ, ഇതൊക്കെ കാണുമ്പോൾ പഴയ കാര്യം ഓർമ്മ. കാരണം പഴയ രാജഭരണകാലത്തെ ഒരു പരാതിയായിട്ട് ചെന്നുകഴിഞ്ഞാൽ അപ്പോൾ തീർപ്പാ. ഇപ്പോഴാണെങ്കിലോ ഇലക്ഷൻ കമ്മീഷനിൽ തന്നെ ശക്തമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. TN സ്റ്റേഷൻ വന്നപ്പോഴാണ് ആ നിയമം ശക്തമായിട്ട് നടപ്പാക്കിയത്. അപ്പൊ എല്ലാ സംവിധാനവും നമുക്കുണ്ട്, പക്ഷെ ഉദ്യോഗസ്ഥര് അത് ഫലപ്രദമായിട്ട് നടപ്പാക്കുന്നു. രാജഭരണകാലത്ത് ഇതിനേക്കാൾ മോശമായിരുന്നു ജനങ്ങളുടെ അവസ്ഥ കേട്ടോ. അല്ല, എങ്കിലും സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അത്. മറ്റ് പ്രേക്ഷകൻ കൂടിയുണ്ട്. അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, ഇന്ന് കോടതി അതിരൂക്ഷമായിട്ടാണ് ഭരണ സംവിധാനങ്ങളെ വിമർശിച്ചത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എന്നോട് ചോദിച്ചത് നിങ്ങൾ എന്താണ് ഇത്ര കാലം ചെയ്തത്, നിങ്ങൾ ഇവിടെയെങ്കിലും ഒരു പരിശോധനയും നടത്തിയിട്ടില്ല, അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന മട്ടിലൊക്കെയാണ് ചോദിച്ചത്. ചെയർമാനോട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്ന് സിറ്റിംഗ് ഉണ്ടായാലും ആ സിറ്റിങ്ങിനെല്ലാം കോടതിയിൽ ഹാജരായിക്കൊള്ളണം എന്നുള്ളതാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ പൗരൻ എനിക്ക് ചിരിയാണ് വരുന്നത്. കോടതി ചെയ്യേണ്ട സുമോട്ടോ കേസെടുത്തവരെ കുറെ പേരെണ്ണത്തിനെ പിടിച്ചകത്താക്കണം. ആ ഒരു നിയമമൊന്നും രാജ്യത്തില്ലേ. 2005 തൊട്ടുള്ള മാലിന്യം അവിടെ കെട്ടിക്കിടക്കുകയാണ്. അവിടെ ഭരിച്ചത് മാറി മാറി ഇടതും വലതുമാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം. ഇത് ഇവർക്ക് ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏത് കോർപ്പറേഷനിൽ ഏത് മുനിസിപ്പാലിറ്റിയിൽ കൃത്യമായി ശാസ്ത്രീയമായി മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നത് താങ്കൾക്കറിയാമോ? ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലൊന്ന് വന്ന് നോക്കൂ. പണ്ടൊക്കെ കൊച്ചിയെ പറ്റി പറയുമല്ലോ, കൊച്ചിയിൽ എത്തറാകുമ്പോൾ മൂക്കുപൊത്തണമെന്ന്. ഇത് അതിലും കഷ്ടമാണ് ചങ്ങനാശ്ശേരി. എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഓരോ നഗരസഭകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജനസംഖ്യ ഇത്രയുണ്ടായി വർദ്ധിച്ചു വരുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ ഒരു രീതി നമ്മൾ മാലിന്യ സംസ്കരണ കാര്യത്തിൽ കേരളം പരാജയപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ആറ്റിങ്ങൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നല്ല രീതി ചെയ്യുന്നതായിട്ട് ഈ അടുത്ത സമയത്ത് ഏതോ ഒരു ചാനൽ കാണാനിടയായി. അതിനപ്പുറം ഒറ്റ നഗരസഭകൾ ഇത് ചെയ്യുന്നില്ല. ഇതിന് ഉത്തരവാദികൾ ഏതെങ്കിലും സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാ സർക്കാരുകളെയും കുറ്റപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ശരി, എന്തായാലും ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്ത് മാത്രം രൂപപ്പെട്ട മാലിന്യമലയല്ല ഇത്. പല കാലങ്ങളിലായി രൂപപ്പെട്ട മാലിന്യമലയാണ്. എല്ലാവർക്കും ഏറെയും കുറഞ്ഞും എന്തായാലും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു പ്രേക്ഷകരുണ്ട്. വയനാട് നിന്നും ജോസ് ആണ്. ശ്രീ ജോസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് അതുപോലെ തന്നെ അവരൊരു കുമ്മട്ടിക്കട കേരളത്തിൽ തുടങ്ങണമെങ്കിൽ മാലിന്യം സ്വന്തം പ്രവർത്തനത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന് പറയുകയും ഒത്തിരിയേറെ നിർദ്ദേശങ്ങൾ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ഈ അശാസ്ത്രീയമായി മാലിന്യം കുന്നുകൂട്ടിയ ആളുകൾക്കെതിരെ കോടതി കേസെടുക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ മനസ്സിലാക്കാൻ സ്ഥാപിച്ചതുകൊണ്ട് എന്ത് കാര്യം? CCTVക്ക് ഇവ സംസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് അശാസ്ത്രീയമായിട്ട് ഇതുപോലെ മാലിന്യം കുന്നുകൂട്ട കോർപ്പറേഷനുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് കോടതിക്ക് മാത്രം ഇച്ഛാശക്തി ഉണ്ടാവൂ എന്നുള്ളതാണ് എനിക്കുള്ളത്. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. തിരുമലയിൽ നിന്നും മണികണ്ഠനാണ്. ശ്രീ മണികണ്ഠൻ, താങ്കൾ ജീവിക്കുന്ന നാട്ടിലും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നാടാണ്. കൊച്ചിയിലാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മപുരത്തെ ആ മാലിന്യമല 110 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഒരു മാലിന്യമലയാണ് കത്തി. ഇപ്പോഴും അതിൻ്റെ പുക അടങ്ങിയിട്ടില്ല. അടിയിൽ കത്തിക്കൊണ്ടേ നീറി പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ജനങ്ങൾ ആ ശ്വാസം വിഷപ്പുക ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ജനങ്ങളെ സമ്മതിക്കണം. ജനങ്ങളിത് കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. 6 ദിവസമായിട്ട് അണയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ
എന്തുകൊണ്ടാണ് ഇതേ കൂട്ടർ മാറി മാറി ഭരിച്ച് കോർപ്പറേഷനിൽ ഭരിച്ച് ഇത്ര അവസ്ഥകളാക്കി ആക്കി വെച്ചിരിക്കുകയാണ്. മറ്റുള്ള സ്റ്റേറ്റുകളെ നമ്മൾ കുറ്റം പറയുന്നു, അവിടെ അത് ശരിയില്ല, ഇവിടെ ഇത് ശരിയില്ല, കേരളം നമ്മളൊന്നാണ് എന്നൊക്കെ പറയുന്നു. ഓപ്പറേഷൻ ആദ്യം നന്നാക്കിയെടുക്കില്ലേ? ഓപ്പറേഷൻ ആദ്യം നന്നാക്കിയെടുക്കുന്നു. 6 ദിവസം കൊണ്ട് ഇത് പുക അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എന്താണിത്? അത്രത്തോളം വലിയ മാലിന്യ മലയാണ് അവിടെ ഉള്ളത്. 70 ഏക്കറിലാണ് എത്രയോ വർഷങ്ങളായി കിടക്കുന്ന മാലിന്യം ഇങ്ങനെ സംസ്കരിക്കാതെ കൂട്ടിയിട്ട് അതിപ്പോൾ ഒരു ഏകദേശം മല ഉറച്ച അവസ്ഥയിലായി. തന്നെ അത് തന്നെ 7 ഏക്കറോളം ഉണ്ട്. മറ്റുള്ള നമ്മൾ എല്ലായിടത്തും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ? ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയ പരിഹാരം ഉണ്ടാക്കാൻ നോക്കണ്ടേ നമ്മൾ? അതെ, ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ലേ? ശരി, ശാസ്ത്രീയമായ പരിഹാരമാണ് ഇതിനാവശ്യമെന്നാണ് അദ്ദേഹം പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച തുടരുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണത്തിൽ സർക്കാരിന് ബാധിച്ച ഗുരുതരമായ പിഴവിനെ സംബന്ധിച്ച് നഗരസഭയും അതോടൊപ്പം തന്നെ മാലിന്യ നിയന്ത്രണ ബോർഡിനെയും അടക്കം അതിരൂക്ഷമായിട്ടാണ് ഇന്ന് ഹൈക്കോടതി വിമർശിച്ചത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പാലയിൽ നിന്നും ഉമേഷാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് പറയാം. അതെ, ഇതിപ്പോ സർക്കാരിനെ തന്നെ കുറ്റം പറയാനൊക്കെ. ഇപ്പൊ ഈ ചർച്ച നമ്മൾ തുടങ്ങിയിട്ട് 3-4 ദിവസം ഈ CPIയുടെ കൗൺസിലർമാരെല്ലാ ചാനലിലും ചോദിക്കുന്നുണ്ട്, UDFകാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നാ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അനങ്ങാതിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഇവന്മാർ 2 കൂട്ടർ ഈ LDF UDF കൂടിയാണ് ഈ പരുവാക്കത്തിലാക്കിയത്. ഈ ചെളി മാലിന്യ കൂമ്പാരത്തിലെ കൈയിട്ട് നക്കിയോളാം. ടോണി ചമ്മണി ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് അവിടുത്തെ കൗൺസിലർമാർ ആരെങ്കിലും അനങ്ങുന്നുണ്ടോ? UDFന്റെ ഒറ്റ അനങ്ങുന്നില്ല. ഒരു ചാനലും ഒന്നിനും വന്നില്ല. ചമ്മണി മാത്രം വന്ന് പറയുന്നുണ്ട്. പുള്ളി പറയുന്ന സത്യസന്ധമായ കാര്യം. പുള്ളിക്ക് അതിനകത്ത് അഴിമതി നടത്തിയിട്ടില്ല, അതുകൊണ്ട് പുള്ളിക്ക് ഉറപ്പായിട്ട് പറയും. ഇതിന്റെ ഇപ്പൊ തന്നെ ഇത് കോൺടാക്ട് എടുത്തിരിക്കുന്ന ആരാന്നറിയോ? കൈക്കമ്പീശന്റെ മരുമോല. ഈ രാത്രി അവര് തമ്മിൽ തന്നെ കത്തിച്ചതായത്. അല്ല വേറ്റയുടെ നാട്ടുകാരും കത്തിച്ച് തന്നെ കത്തിച്ചതാണെന്ന് കോടതിയും ചോദിച്ചത്. ഇത് സ്വയം കത്തിയതാണോ അതോ കത്തിച്ചതാണോ എന്നാണ് കോടതി കത്തിച്ച സാറേ. കാകുമാരിലെ പിന്നെ കൊച്ചിയിലെ കേരളത്തിലെ കേരളത്തിലും അതുപോലെ ക്ഷമയുള്ള ജനങ്ങളാ. എന്ത് സഹിക്കുന്നവരാ. അതുകൊണ്ടാ വേറെ ഒരു സംസ്ഥാനത്താണെന്നാണ് ഇമാരെല്ലാവരും വാരിയിട്ട് അതിനകത്ത് ഇപ്പൊ കത്തിച്ചേനെ. അതാ ചെയ്യേണ്ടത്. ക്ഷമയ്ക്ക് ഒരു പരിധിയില്ല സാറേ. ഇങ്ങനെ മനുഷ്യനെ ഉദ്രവിക്കുക, ഏതെല്ലാം വിധത്തിലായി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷപ്പുക ശ്വസിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത്രത്തോളം വലുതാണ്. ഭാവിയിലടക്കം അത് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഈ ഒഴിച്ച വെള്ളമെല്ലാം ഈ മാലിന്യത്തിൽ നിന്ന് ഒലിച്ചിറങ്ങി വീണ്ടും ഭൂമിയിലേക്ക് തൊട്ടപ്പുറത്തുള്ള ആറിലേക്കാണ് എത്തുന്നത്. അതാവും ഇനി ജനങ്ങൾക്ക് കുടിക്കേണ്ടി വരിക. അല്ലെങ്കിൽ അത് അവിടുത്തെ കിണറുകളിലുമെല്ലാം ഇത് വ്യാപിക്കാനുള്ള സാധ്യത കൂടി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, പയ്യന്നൂരിൽ നിന്നും തമ്പാനാണ്. ശ്രീ തമ്പാൻ, താങ്കൾക്ക് പറയാം. തമ്പാൻ കേൾക്കാമോ? തമ്പാന്റെ ടെലിഫോൺ വന്നിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പ്രസാദാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പ്രസാദ്, താങ്കൾക്ക് വിഷയം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ അഭിപ്രായം പറയാം. തീർച്ചയായും ഇതിപ്പോ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് തീരെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടവും വലവും നിൽക്കുന്ന മുന്നണികൾ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പൊ അവര് പരസ്പരം പഴിചാരി തല്ലുകൊടുത്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കില്ല എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത് നമുക്ക്. ഇത് 4-5 ദിവസമായി ഈ ചർച്ച മാത്രം തുടങ്ങിയിട്ട് ഒന്നും ഒരിക്കലെത്തുന്നില്ല. തീ അണയുന്നില്ല. തീ അണഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും അടിയിൽ നിന്ന് പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്, പുകയാണ്. ഇതിപ്പോ കേവലം കൊച്ചിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇത്. അതായത് കൊച്ചിന്ന് നമ്മൾ പറയുമെങ്കിലും തൃശ്ശൂരിനെയും അതിനടുത്തെടുക്കുന്ന ജില്ലകളൊക്കെ എത്തിയിട്ടുണ്ട് ഈ പുക. അതെ അതെ. നമ്മൾ ഈ ജനങ്ങളിൽ നിന്ന് വോട്ട് മാത്രം മേടിച്ചിട്ട് കാര്യമില്ല. അവരെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇപ്പോ ഇടതനായാലും വലതനായാലും ആരായാലും ഇവര് പരസ്പരം ഇപ്പോ ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയത്താണ് ഇത് മുഴുവൻ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ശരി, മറ്റു പറയാനുള്ളൂ ജനങ്ങളുടെ കാര്യങ്ങൾ. ശരി, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ബോധ്യമായി. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ബിജു ആണ്. ശ്രീ ബിജു, താങ്കളും കൊച്ചുപോലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ ജീവിക്കുന്ന ആളാണോ? അതെ, ഞാൻ കോർപ്പറേഷനകത്താണോ ജീവിക്കുന്ന ആളാണ്. ഇവിടെയും ഈ സമാനമായ രീതിയിലുള്ള അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ഇതുപോലെ ഒരു അപകടവും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇത് സർക്കാർ ചെയ്യുന്നത് വലിയ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് 6 ദിവസം ആയില്ലേ ഇങ്ങനെ തീ പിടിച്ചിട്ട്. അതെ, ഇന്ന് 5 ദിവസം കഴിഞ്ഞിട്ട് പൂർണ്ണമായി ആ പുക അടങ്ങുന്നില്ല. ഇപ്പോഴും പ്ലാസ്റ്റിക്കൊക്കെ കത്തി, പ്ലാസ്റ്റിക്കും അതോടൊപ്പം ഒന്നും ചെയ്യാൻ പറ്റൂല. ശരി, സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും സർക്കാർ വിചാരിച്ചിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. സർക്കാർ ഇനിയും ചെയ്യൂല. ഈ സർക്കാർ 2ാമത്തെ തവണ വന്നതിന് ശേഷം സർക്കാർ ചെയ്യുന്ന അത്രയും ദ്രോഹമാണ്. എന്റെ അച്ഛനാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള സംസാരം എന്നും സംസാരിക്കുന്ന ആളാണ്.
ഹലോ, ശരി, കേൾക്കാം. ആ അപ്പൊ ഇത് സർക്കാരിനെ കൊണ്ട് നടക്കൂല. പക്ഷെ നമ്മളെ കൊണ്ട്, ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ഒരു അപകടം നമ്മുടെ നാട്ടിൽ നടന്നാൽ ആരും ഒന്നും ചെയ്യുന്നില്ല, ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സർക്കാർ അതിനെപ്പറ്റി ഓരോ ഇതുമില്ല. സർക്കാർ എന്തൊരു സർക്കാർ, ഈ സർക്കാർ ഇനി വരരുത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും സോമനാണ്. ശ്രീ സോമൻ, താങ്കൾ ഈ കൊച്ചി നിവാസികളുടെ വിഷമം, അവരുടെ ബുദ്ധിമുട്ട് താങ്കൾ കൂടി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കോടതി അതിരൂക്ഷമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം വിമർശിച്ചിരിക്കുന്നത്. ഇവിടെ തീ സ്വാഭാവികമായി പിടിച്ചതാണോ അതോ ഇനി ആരെങ്കിലും തീ വച്ചതാണോ എന്നുള്ള സംശയമടക്കം കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഏതായാലും ഇപ്പൊ കഴിഞ്ഞ ആൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗവൺമെന്റിന്റെ അനാസ്ഥ എന്നേ പറയാനൊക്കത്തുള്ളൂ. ഇത് വർഷങ്ങളായി കൂമ്പാരം കൂടിക്കിടന്ന ഒരു വേസ്റ്റാണ് തീ നിൽക്കുന്നത്. വർഷങ്ങളോളം ഉണ്ട്. ഏതാണ്ട് 2005 മുതലുള്ള വേസ്റ്റ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് തന്നെ. ഇതേതാണ്ട് വർഷങ്ങളോളം കൊണ്ടുള്ള വേസ്റ്റ് കുന്നുകൂടി കൂമ്പാരമായി ഇപ്പൊ 7 ദിവസമാവുകയാണ് ഇപ്പോൾ. ഈ തീ കട്ടണച്ചിട്ടില്ല. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നും ശ്രീ തിലകനാണ്. ശ്രീ തിലകൻ, താങ്കൾ ഇതിന്റെ വൈഷമ്യം കഴിഞ്ഞ കുറച്ച് ദിവസമായി അനുഭവിക്കുന്ന ആളാണല്ലേ? തീർച്ചയായിട്ടും സാറേ, അത് പറയാൻ വേണ്ടി തന്നെ ഉറപ്പായിട്ടും ഞാൻ 100% കഴിഞ്ഞ 2 ദിവസം രാത്രിക്ക് മുമ്പ് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ. ഞാൻ നോക്കുമ്പോൾ എന്റെ വീടിന്റെ മുകളിലെല്ലാം ഇങ്ങനെ പുക വരിക മാത്രമല്ല സാറേ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സാർ ഒന്ന് ശ്രദ്ധിച്ചറിയാം, ഞങ്ങളുടെ വീടിന്റെ തൊട്ട് കിടക്കുന്ന ഒരാൾ മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടി തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ചു, എടാ മോനെ ഇതിന്റെ ആയിരിക്കും. അപ്പൊ അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞാൽ ആ രാത്രിയിൽ അവിടെയൊക്കെ പുകപടലുണ്ടായിരുന്നു. എന്റെ ഈ പുക കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ 100 കണക്കിന് ആൾക്കാരെ മരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗോവിന്ദ മാഷിനെ പോലെ ഇപ്പൊ ജനകീയ പ്രതിരോധ ജാഥ എന്ന് പറയുന്ന ജാഥ നടക്കണില്ലേ, ഈ യുവന്മാർക്ക് ഈ ജാഥ 1 മണിക്കൂർ അവിടെ പോയി വിളിക്കാൻ ധൈര്യമുണ്ടോ? ഈ പിണറായിയും ഈ രമേശിലേക്ക ഇവരൊക്കെ കെട്ടിയിട്ട് ഇവന്മാരൊക്കെ തൂട്ടന്മാര് ഇവനൊക്കെ കേറിട്ട് സമാധാനം ഉണ്ടോ സാറേ? പ്രളയം, ഈ വക ദുരന്തങ്ങളൊക്കെ ഈ മെനകെട്ട വർഗം ഇല്ലാതായാലേ കേരളം നന്നാവുള്ളൂ സാറേ. എന്തായാലും ഇത് ഈ വർഷം ഈ സർക്കാരിന്റെ മാത്രം കാലത്തുണ്ടായതല്ല, മുൻ സർക്കാരിന്റെ എല്ലാം കാലം മുതലുള്ള അത് കിടക്കുകയാണ്. അതാണ് കോടതി എന്ന് പറഞ്ഞത്. മറ്റൊരു പ്രശ്നമുണ്ട്. പാലക്കാട് നിന്നും സിയാദാണ്. ശ്രീ സിയാദ്, താങ്കൾക്ക് പറയാം. സിയാണ്, സോറി, ക്ഷമിക്കണം. ഇത് ഇപ്പോ ഈ ഒരു ഇത്രയും വർഷം കൂടിക്കിടന്ന മാലിന്യങ്ങളാണ് ഇപ്പൊ ഇത് കത്തിയപ്പോഴാണ് എല്ലാവരുടെ അറ്റൻഷനിൽ പെട്ടിട്ടുള്ളത്. ഇതുവരെ അത് കിടക്കുമ്പോൾ ആർക്കും അതിനെപ്പറ്റി യാതൊരുവിധ ചിന്തയുണ്ടായിരുന്നു. ഇത് കൊച്ചിയിലെ മാത്രം കാര്യമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. എല്ലാ ഗവൺമെന്റും വോട്ട് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പല പല കാര്യങ്ങളാണ് നമ്മളെ ജനങ്ങളുടെ അടുത്ത് അവര് വെറുതെ പറഞ്ഞു വ്യാമോഹിപ്പിക്കുന്നത്. അതായത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പക്ഷെ ഇതൊന്നും ഒരു കാര്യങ്ങളും ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരാറില്ല. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ മാതിരി ഇത് കുറച്ച് മാലിന്യങ്ങൾ വന്നുകൂടി ആണല്ലോ ഇങ്ങനെ ബൾക്കായിട്ട് വരുന്നത്. പക്ഷെ ഇത് തുടക്കത്തിലെ അവര് വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോവുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര വലിയ ഇഷ്യൂസ് വരില്ലായിരുന്നു. ഇപ്പോ ഇത് കത്തിയപ്പോഴാണ് എല്ലാവരുടെ അറ്റൻഷനിലും വരുന്നത്. ഇതേപോലെ പല ടൗണുകളിലും ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ശരി, ഇതൊരു മുന്നറിയിപ്പാണെന്ന് കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് സിയ പാലക്കാട് നിന്നും. എന്തായാലും ഈ പൊതുവേദിയിൽ വിളിച്ച മുഴുവൻ പ്രേക്ഷകരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത് ഭരണ സംവിധാനങ്ങളുടെ ഗുരുതരമായ പിഴവാണ് ഇങ്ങനെ മാലിന്യമല രൂപപ്പെടാൻ കാരണം. അവിടെ തീ വെച്ചതാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് കോടതി സംശയം പ്രകടിപ്പിച്ചപ്പോൾ അങ്ങനെ ഉറപ്പിച്ചു പറയുകയാണ് നമ്മുടെ വിളിച്ച പ്രേക്ഷകർ അപ്പാടെയും. അവരങ്ങനെ പറയാനുള്ള കാരണം ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ അവരുടെ ബോധ്യം അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവണം സാധാരണ ജനങ്ങൾ അത്തരത്തിൽ പ്രതികരിക്കുന്നത്. എന്തായാലും നാളെയും മറ്റു വിഷയമായി ന്യൂസ് 18 പൊതുവേദി ഇതേ സമയം.